ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ട്ടോ. അതെ ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അത്രയ്ക്കൊക്കെ ആയ ഗൈസ്. അതെ ഗൈസ്, ഞങ്ങൾ അറിയാതെ ഞങ്ങൾ അധോലോകമായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതിൻ്റെ 2 ഫ്രണ്ട്സുകൾ കൂടി തുടങ്ങുന്ന സംരംഭമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് പൂക്കിപ്പറമ്പ് ഹൈസ്കൂൾ റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉദ്ഘാടനത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുക. അതുപോലെ ഇതുപോലുള്ള പുതിയ സംരംഭകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ആ നീലിട്ടിട്ടുള്ള 2 ആളുകളാണ് നമ്മളെ സംരംഭത്തിൻ്റെ ഈ സംരംഭം തുടങ്ങുന്ന ആൾക്കാർ കേട്ടോ. അത് കണ്ടില്ലേ, നീല ഡ്രസ്സിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് അവരാണ് ഇവിടെ മമ്മൂട്ടിൻ്റെ കൂട്ടുകാർ. അവരാണ് ഈ സംരംഭം തുടങ്ങുന്നത്. അതായത് ടൈലറിങ് ഷോപ്പാണ് ഇവരിപ്പോൾ തുടങ്ങുന്നത്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സബ്സിഡിയോട് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് കേട്ടോ. ഫുൾ എമൗണ്ട് നമുക്ക് ലോണായിട്ട് കിട്ടും. 25% തിരിച്ചടച്ചാൽ മതി. പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാരും കുടുംബശ്രീൻ്റെ അംഗങ്ങളും അവരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ സംഭവം ബ്ലോക്കിൽ നിന്നുള്ള സബ്സിഡി വെച്ചിട്ടാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നപ്പോൾ അങ്ങനെ വലിയ ഇതിലെ ചെറിയൊരു ഉദ്ഘാടനം എന്നുള്ളതിലാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ സത്യം പറയല്ല, ഇവർ മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാ ഒരുവിധം മെമ്പർമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ വെറുതെ ഫണ്ടാണ്ട് പാസ്സാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളാണ്ട് നടത്തിക്കൂടി എന്നുള്ള ഒരു ഇതല്ല കേട്ടോ. കാരണം ഫണ്ട് പാസ്സാക്കി അവർ തുടങ്ങണ ഉദ്ഘാടനത്തിന് ഇവരൊക്കെ ഇത്ര സന്തോഷത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം മെമ്പർമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും സ്ത്രീകൾക്ക് മാത്രമുള്ള ഇതാണ്. ഇതുപോലുള്ള സംരംഭങ്ങൾ എല്ലാവർക്കും തുടങ്ങാൻ പറ്റില്ല. ഇത് അറിയാത്തതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അന്വേഷിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്കൊക്കെ തുടങ്ങട്ടോ. എന്തായാലും ഇതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സബ്സിഡി ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ആര് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കറക്റ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവരോട് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യണം. എങ്ങനെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. ഗൈസ്, എനിക്ക് പറ്റിയതുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അതുപോലെ വെന്നിയൂർ SBI ബാങ്ക് മാനേജറൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒറ്റ വാക്കില്ല നമസ്കാരം. ഞാൻ JSSന്റെ കോർഡിനേറ്റർ സാജിദയാണ്. നമ്മുടെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2-3 പഞ്ചായത്തുകളിലാണ് നമ്മൾ JSSന്റെ ട്രെയിനിങ്ങുകൾ, തൊഴിൽ പരിശീലനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി നിൽക്കുന്നത്. എല്ലാവരെയും ഒറ്റ വാക്കില് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു സംരംഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പഞ്ചായത്തിൽ 20 പേരടങ്ങുന്ന ഒരു തയ്യൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് തുടങ്ങി. ഏതായാലും എല്ലാവരും കൃത്യമായി ആ തയ്യൽ യൂണിറ്റിന്റെ പരിശീലനത്തിൽ പങ്കെടുത്ത് പോകുമ്പോൾ തന്നെ അവരോട് പറഞ്ഞത്, നിങ്ങൾ പങ്കെടുത്ത് പരിശീലനമൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന് ഇതാകാതെ നമുക്ക് ഇതുപോലെ യൂണിറ്റുകളായിട്ട് നിങ്ങൾ സംരംഭങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം വാർഡിൽ ഏതായാലും 1 തുടങ്ങി. ഇതിപ്പോൾ 2ാമത്തതാണ്. ഇനിയും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും അവർ തുടങ്ങിയ സംരംഭം അവർക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതേപോലെ
ഇവരുടെ ചുവട് പിടിച്ച് ഇനിയും നമ്മുടെ പഞ്ചായത്തിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ സ്വയം തൊഴിൽ എല്ലാവരും അതിൽ പങ്കെടുത്ത ഒരാൾ പോലും വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബെൻസിറ ടീച്ചറെ ക്ഷണിച്ചുകൊണ്ടാണ്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 23-24 വാർഷിക പദ്ധതികൾ വേങ്ങര ബ്ലോക്കിൽ 7 പഞ്ചായത്തുകളായിട്ട് നമ്മൾ ജനറൽ വിഭാഗത്തിന് വേണ്ടി 14 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. അതായത് വനിതകളെ ശാക്തീകരിക്കുക, വനിതകൾക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തുക, അതിൽ വേണ്ടിയിട്ടാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് വേണ്ടി മാത്രം വനിതാ ഫണ്ട് നീക്കി വെച്ചിട്ട് വനിതകൾക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു തൊഴിൽ ഒരു പരിശീലനം കൊടുക്കുമ്പോൾ നമ്മൾ പരിശീലനത്തിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടാവും അല്ലേ. ഒന്ന് പഠിക്കണമെന്ന്, പിന്നെ പഠിച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ചെയ്യില്ല, വീട്ടിൽ വെറുതെ ഇരിക്കും. തന്നെ നമുക്ക് അത്യാവശ്യം ടൈലറിങ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ബ്ലൗസ് അടിക്കാം, ചുരിദാർ അടിക്കാം അല്ലേ, കുട്ടികൾക്ക് വേണ്ടിയുള്ള മോഡൽ ഡ്രസ്സുകളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെയാണ് സർക്കാരിന്റെ സംരംഭത്തിന് ഫണ്ട് നീക്കി വെക്കുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ സംരംഭത്തിന് വേണ്ടി ഫണ്ട് നീക്കി വെക്കുന്നത്. ഞങ്ങൾ ആദ്യ ടൈമിലൊക്കെ സംരംഭത്തിന് ഫണ്ട് നീക്കി വെച്ചിട്ട് ചെലവാകണേ ഇല്ലായിരുന്നു. ഞങ്ങൾ ആകെ ടെൻഷനിലായിരുന്നു, പൈസ വെറുതെ കളയല്ലേ. പക്ഷെ ഇപ്രാവശ്യത്തിൽ ഞങ്ങൾ നമ്മളെ സംരംഭത്തിന് ഫണ്ട് നീക്കി വെച്ചതെല്ലാം ചെലവായിട്ടുണ്ട്. അതുപോലെ തന്നെ SC-ക്ക് വേണ്ടി ഒരു സംഖ്യ 45 ലക്ഷം രൂപയോളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. SC-ക്കാർ വളരെ ചുരുക്കമാണ് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പൊ SC വിഭാഗക്കാരോട് കൂടി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലൊക്കെ വിചാരിച്ച പഞ്ചായത്ത് മെമ്പർമാരൊക്കെ വിചാരിച്ചാൽ SC-ക്കാർ 2 പേർ മതി, 4 പേരോ 3 പേരൊന്നും വേണ്ട, 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് നമ്മളെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി പൈസ കൊടുക്കുന്നത്. അതോ 75% കൊടുക്കുന്നുണ്ട്. നമ്മളെ ഒരു 2 ലക്ഷം രൂപ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് പിന്നെ 50,000 രൂപ നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭത്തിനായിട്ട് ഫണ്ട് നീക്കി വെച്ച് നിരന്തരം മീറ്റിംഗ് വിളിക്കും. ഞങ്ങള് വനിതാ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നിരന്തരം മീറ്റിംഗ് വിളിച്ച് ഈ വ്യവസായ ഓഫീസറെ ഇതേപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ പറഞ്ഞു നിങ്ങളെ പണിയാണ് ഈ സംരംഭത്തിന് ഫണ്ട് വെച്ചത്, ചെലവാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില സമയത്തൊക്കെ ചൂടാവാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് സംരംഭത്തിന് ഇപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വനിതകൾ മുന്നോട്ട് വരുന്നുണ്ട്, ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഇനി ആർക്കെയും സംരംഭം തുടങ്ങാനുണ്ടെങ്കിൽ 24-25 വാർഷിക പദ്ധതിയിൽ ഇതുപോലെയുള്ള നമ്മൾ ഫണ്ട് നീക്കി വെക്കും. നിങ്ങൾ മുന്നോട്ട് വരണം. ടൈലറിംഗ് മാത്രമാക്കരുത്, നിങ്ങൾ കൊണ്ട് കഴിയുന്ന എന്ത് വ്യവസായം ആയിക്കോട്ടെ, ഇനി വെളിച്ചെണ്ണ യൂണിറ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്നതുണ്ടെങ്കിൽ നമ്മളെ സ്ത്രീകൾക്ക് കഴിയാത്തതൊന്നുമില്ല, ഒന്ന് മനസ്സ് വേണമെന്നേ ഉള്ളൂ. ഏതാ ഈ ടൈലറിംഗ് യൂണിറ്റ് നല്ലൊരു സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വിദ്യാഭ്യാസങ്ങളും വരുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ 2ാമത്തെ ഉദ്ഘാടനത്തിനാണ് വന്നത്. പക്ഷെ നമുക്കറിയാം, കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെ 20 പേർക്ക് പരിശീലനം നൽകുകയും അതിൽ നിന്ന് 2 പേരാണ് നമ്മുടെ ഈ സംരംഭത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയായി സംരംഭം തുടങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ഇനിയും 18 പേര് നമ്മൾക്ക് മാറി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ പ്രാവശ്യവും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ വർഷം 14 ലക്ഷം രൂപ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും അതോടൊപ്പം തന്നെ SC വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് 24 ലക്ഷം രൂപയും ഫണ്ട് വകയിരുത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംരംഭത്തിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഒത്തിരി കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ടൈലറിംഗ് മാത്രമല്ല, പ്രസിഡന്റ് പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ യൂണിറ്റ്, സോപ്പ് നിർമ്മാണം, പൊടികള്, അതുപോലെ തന്നെ പല ബേക്കറികൾ അടക്കമുള്ള സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ ഹോം ഷോപ്പുണ്ട്, അവര് നമ്മുടെ സാധനങ്ങൾ എടുക്കാനും തയ്യാറാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കണ്ട് ഇത്രയും ആളുകൾ കൂടിയിരുന്ന് നാളെ ഇതുപോലെ ഇവരും മുന്നോട്ട് വരിക എന്നുള്ളതാണ്. വനിതകൾക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. വളരെ സന്തോഷം തോന്നുകയാണ്. ഇതുപോലെയുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരെ സംരംഭത്തിന്റെ ഇവരെ പോലെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ബ്ലോക്കിലെ വ്യവസായ വികസന ഓഫീസറാണ്. പദ്ധതി വിശദീകരണത്തിന് ഒരു സമയമുണ്ടോന്ന് അറിയില്ല, കാരണം നമുക്ക് കുറെ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതി. ഈ ഗ്രൂപ്പ് ഹയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക വർഷം വന്ന ആദ്യത്തെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു അവരുടെ. പല ഘട്ടങ്ങളിൽ അവരുടെ അപ്ലിക്കേഷൻ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഒന്നാമത്തേത് ബാങ്കിന്റെ ഫിനാൻസിന്റെ ഒരു പ്രശ്നം, പാൻ കാർഡിന്റെ പ്രശ്നം, പാർട്ട്ണർഷിപ്പ് ഡീഡ്, അങ്ങനെ പല പല കാര്യത്തിലും അവർ സ്റ്റക്കായി പോയിട്ടുള്ള കുറെ സമയങ്ങളുണ്ട്.
ആ സമയത്തൊക്കെ അവരുടെ ആ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. വേറെ ആർക്കും അതിന് ക്രെഡിറ്റ് ഇല്ല. നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടൈലറിംഗ് യൂണിറ്റ് മാത്രമല്ല, വേറെ പല പല വിവിധ മേഖലകളിലൂടെ നമ്മുടെ സംരംഭം ഉയർന്നു വരണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഹെയർ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു.